ഈ 27 വയസ്സുള്ള പയ്യന് 21 അക്കൗണ്ടുകൾ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എന്താണ് എങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇതിന് എതിരെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. നമുക്ക് മെഷീൻ ആവശ്യമുണ്ടായി, അങ്ങനെ മെഷീനും കിട്ടിയിട്ടുണ്ടായി. നമസ്കാരം. മലയാളികൾക്ക് ഓഫർ എന്ന് കേട്ടാൽ പിന്നെ താഴെ നിൽക്കില്ല. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, 50% അടച്ചാൽ ഒരു സാധനം കിട്ടും എന്ന് പറഞ്ഞ് രണ്ടും ഈക്വലാണ്. ഇതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ പഞ്ചായത്ത് തലത്തിൽ, മുനിസിപ്പാലിറ്റി തലത്തിലൊക്കെ നടന്ന ഒരു വൻ കുംഭകോണമാണ് അനന്തകൃഷ്ണൻ്റെ പാതിവില തട്ടിപ്പ്. ഇതാണ് ഈ കക്ഷി. ഇത് എങ്ങനെ കേരളത്തിൽ ഇത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ വളരെ അതിശയമാണ്. ഒരു സർക്കാർ സംവിധാനം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നോ അതേ രീതിയിലാണ് ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അതായത് പഞ്ചായത്ത് തലത്തിലുള്ള, ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത്. എന്നെയും സമീപിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തൊഴിലുറപ്പിലെ മേറ്റ്, അതുപോലെ ആശാ വർക്കർ, ഇതുപോലൊക്കെയുള്ള ഈ പഞ്ചായത്ത് തലത്തിൽ വരുന്ന ലേഡീസാണ് കൂടുതലും ഇതിനകത്തിൽ അകപ്പെട്ടിട്ടുള്ളത്. ഈ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ഗവൺമെൻറ് ഓഫറാണ്, പിന്നെന്തിനു നമ്മൾ പഠിക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഞാൻ വീണു പോയേനെ. ഞാൻ ശരിക്കും ഒരു സ്കൂട്ടർ എൻ്റെ മകൾക്ക് വേണ്ടി വാങ്ങിക്കാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ സമീപനം ഉണ്ടായത്. അന്നേരം എന്നെ ഒരാൾ ഉപദേശിച്ചു, ഇതിൻ്റെ ഇൻഷുറൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ, എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാനും പെട്ടുപോയത്. പക്ഷെ നമ്മളിത് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഒരു ഗവൺമെൻറ് സംവിധാനം എങ്ങനെയാണോ ജനങ്ങളിലേക്ക് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഈ പാതിവില തട്ടിപ്പ്. ഇപ്പോൾ എല്ലാവരും കുറേ പേരുടെ, കേരളത്തിലെ കുറേ പേരുടെ പേര്, അനന്തകൃഷ്ണൻ മെയിനാണ്, പിന്നെ അതുപോലെ ലാലി വിൻസെൻ്റ്, അതുപോലെ ഒരു കണ്ണൂർ ഉള്ള ഒരു ലേഡി മാഡത്തിൻ്റെ പേര് പറയുന്നു, അതുപോലെ തന്നെ കുഴൽനാടൻ എൻ്റെ പേര് പറയുന്നു, മാത്യു കുഴൽനാടൻ്റെ, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി MLA ഓഫീസിൽ, കഴിഞ്ഞ മന്ത്രിയുടെ MLA ഓഫീസിലേക്ക് പിക്കറ്റിങ് എന്ന് വേണ്ട ഇവിടുത്തെ സർവമാന രാഷ്ട്രീയ കക്ഷികൾക്കും സാമ്പത്തികം വാരിയെറിഞ്ഞ ഒരു പയ്യനാണ് കേവലം 27 വയസ്സുള്ള അനന്തകൃഷ്ണൻ. ഇവൻ്റെയൊക്കെ ബ്രെയിനെ ഈ സർക്കാർ ഇത് ചൊവ്വ നേരെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. ഈ 27 വയസ്സിൽ ഇപ്പോൾ തന്നെ 150 കോടി, 450 കോടി, 700 കോടി ആയിട്ടുണ്ട്. ഇത് 1000 കോടിക്ക് മുകളിൽ വരും. ഇത് എന്താണ് ഈ തട്ടിപ്പിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്? തിരുവനന്തപുരത്തെ കൈതമുക്കിലുള്ള നാഷണൽ NGOs കോൺഫെഡറേഷൻ, ഇതാണ് അതിൻ്റെ ഓഫീസ്. അതായത് കുറേ NGOസിനെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഹെഡ് ഓഫീസായി പ്രവർത്തിച്ച സെൻറ്റർ, ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, ഈ ഭൂമികുലുക്കൊക്കെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന കൂട്ട്, അതിൻ്റെ പ്രഭവ കേന്ദ്രമാണ് ഈ കൈതമുക്കിലുള്ള ഈ സംഭവം. 2 വഴികളിലൂടെയായിരുന്നു അനന്തകൃഷ്ണന്റെ തട്ടിപ്പ്. ഒന്ന്, സീഡ് സൊസൈറ്റി എന്ന സ്വന്തം സംഘടന വഴി. മറ്റൊന്ന്, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 100 കണക്കിന് NGO സംഘടനകളെ ചേർത്ത് മറ്റൊരു സംഘടനയുണ്ടാക്കി, NGO കോൺഫെഡറേഷൻ. തിരുവനന്തപുരത്ത് കൈതമുക്കിലാണ് ഇതിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. കേരളത്തിൽ ഇത് അറിഞ്ഞോ അറിയാതെയോ പലരും ഇതിനകത്ത് പെട്ടുപോയെന്നുള്ളതാണ്. ഈ പൈസ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത തയ്യൽ മെഷീന്, സ്കൂട്ടറുകൾ, അതുപോലെ തന്നെ ഗാർഹിക മെയിൻ്റനൻസ്, അങ്ങനെ എന്ത് പറഞ്ഞാലും നമ്മുടെ ആവശ്യം എന്തുണ്ടോ ഇതൊരു സർക്കാർ തലത്തിൽ നടത്തി വരുന്ന ഒരു പദ്ധതിയായി വിശ്വസിച്ച് പലരുടെയും പൈസ പോയി. ഇത് പണയം വെച്ചും പണ്ടം വിറ്റും വരെ സ്കൂട്ടർ എടുക്കാൻ പൈസ കൊടുത്ത പാവങ്ങളുണ്ട്. അവരുടെ കാര്യമാണ് കഷ്ടം. ഇപ്പോൾ സ്കൂട്ടർ കിട്ടിയവർക്ക് ഇതെല്ലാം തിരിച്ചു കൊടുത്തേ പറ്റൂ. സ്കൂട്ടർ കിട്ടിയവരും തയ്യൽ മെഷീൻ വാങ്ങിയവരും ഒക്കെ ഇത് നല്ല, അയ്യോ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. പക്ഷെ
തെറ്റി ഇതെല്ലാം തിരിച്ച് അവർ റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും. ഇപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. അവർ അന്വേഷണ സംഘത്തെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇതിന് തെളിവൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാലേ അന്വേഷണ സംഘം വരുത്തുള്ളൂ. അപ്പം ഏറെക്കുറെ അതിനുള്ള ഒരു സമയം കൊടുക്കുന്ന പരിപാടിയാണ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് കേരളത്തിലെ എവിടൊക്കെ കേസുകളുണ്ടോ, ഇത് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഇന്ന് കേസിന്റെ ഉത്ഭവം തുടങ്ങിയെന്ന് തോന്നുന്നു. 7 വയസ്സ് മാത്രമുള്ള അനന്തു കൃഷ്ണൻ എന്ന ആൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയുന്ന തട്ടിപ്പാണോ 1000 കോടിയുടെ കബളിപ്പിക്കൽ? സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ വർഷങ്ങളായി പടുത്തുയർത്തിയ വിശ്വാസ്യത കാപട്യമായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. ഇതിനകത്തിലൊരു പ്രധാന വിഷയം സത്യസായി സേവാഗ്രാമം എന്നൊക്കെ പറഞ്ഞ് സായി ഗ്രാമം തിരുവനന്തപുരത്ത് വളരെ നിർലോഭമായ സഹായങ്ങൾ ചെയ്തു വരുന്ന ഒരു ട്രസ്റ്റിൻ്റെ ഉടമയാണ് ആനന്ദകുമാർ. ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം, ഞാനും ഒരു സായി വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ സത്യസായി സേവാ സംഘടനയുടെ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇത് ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിലുള്ള സത്യസായി സേവാ സംഘടനയ്ക്ക് ഇതുമായി യാതൊരു വിധമായ ബന്ധവുമില്ല. ആനന്ദകുമാറിൻ്റെ കേരളത്തിലെ സായി ഗ്രാമം, പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ സത്യസായി ഓർഗനൈസേഷനുമായി മാറി നിന്ന് സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു പദ്ധതിയാണ് ഈ സായി ഗ്രാമം. പക്ഷെ നിരവധി ഫണ്ടുകൾ അവിടെ വരുമെന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിന് ഹരിപ്പാട് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് കൊടുത്തത് ഈ ട്രസ്റ്റിൻ്റെ കീഴിലാണ്, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നിരവധി എറണാകുളത്ത് ഡയാലിസിസ് പേഷ്യൻസിന് ഇഷ്ടം പോലെ ഫണ്ട് കൊടുത്ത ഒരു സംഘടന കൂടാണ് ഇത്. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് വ്യക്തമായി ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് സത്യസായി സേവാ സംഘടനയുടെ പുട്ടപർത്തിയിലെ സംഘടനയുമായി ആനന്ദകുമാർ അവിടുത്തെ ഡിവോട്ടിയാണ്, എല്ലാവരെയും പുള്ളിയുടെ സ്വന്തം പരിപാടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പുള്ളി ഈ സത്യത്തിൽ ഇതിനകത്ത് എങ്ങനെ പെട്ടു എന്നുള്ളത് വളരെ ഒരു വിഷമിപ്പിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കാര്യം അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു സൈദ്ധാന്തികമായ ആധ്യാത്മിക കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾ. ഇതിലെങ്ങനെ പുള്ളിയുടെ പെട്ടതായിരിക്കും, അല്ലാതെ പെടുത്തിയതായിരിക്കും. ഇതുപോലുള്ള വ്യക്തികളൊന്നും പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സത്യസായി സേവാ സംഘടന ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംഘടനയുമായി ബന്ധമുള്ള പ്രവർത്തനമല്ല പുള്ളി കേരളത്തിൽ നടത്തിയിരുന്നത് എന്നുള്ളത് വളരെ സത്യമാണ്, പരമാർത്ഥമായ കാര്യമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാവും. ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിനും പേരിൽ ഇപ്പം ഇതുണ്ട്. ഇന്ന് ജാമ്യം ഒക്കെ കോടതിയിൽ ഇന്ന് ജാമ്യം കിട്ടുമോ ഇല്ലെന്നൊക്കെ അറിയാം. പിന്നെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കേസിൻ്റെയും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന തെളിവുണ്ട്. ഇതിന് എന്ത് തെളിവ് കൊടുക്കാനും പറ്റുന്നത്? പൈസ കൊടുത്ത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ആൾക്കാരുടെ പൈസ കൊടുത്തുമ്പോൾ നമുക്കൊരു വിശ്വാസമല്ലേ? അപ്പോൾ ഇതിനൊന്നും തെളിവൊന്നും പലയിടത്തും ഇല്ല എന്നുള്ളതാണ്. ഓഫർ തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചു വരുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം ഇപ്പം അക്കൗണ്ടുകൾ, ഈ 27 വയസ്സുള്ള പയ്യന് 21 അക്കൗണ്ടുകൾ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് എതിരെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. ഇങ്ങനെ സാമ്പത്തിക പിരിവ് നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് സർക്കാരിന് കൊടുത്തതായാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തി എവിടെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ലക്ഷങ്ങൾ മുടക്കി 100 പേരുടെ കയ്യിൽ നിന്ന് പകുതി പൈസ വെച്ച് വാങ്ങിച്ചിട്ട്, കോടികൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി പൈസ വെച്ചിട്ട് 1, 2, 3 ലക്ഷം രൂപ അവിടുത്തെ രാഷ്ട്രീയക്കാർക്കും കൊടുത്തിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ വെച്ച് ഇവരെ അങ്ങ് പുകഴ്ത്തി അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത 100-200 പേര് പൈസ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോയത്. കാര്യങ്ങൾ പോകണ്ട, എന്നാന്ന് വെച്ചാൽ അങ്ങനെ പോയാൽ നമുക്ക് വന്നിട്ട് വീണ്ടും സാറിനെ അറസ്റ്റ് ചെയ്യും, പിന്നെ നമ്മുടെ പൈസ കിട്ടാതായി പോകും. അത് കാരണം ആരും കേസിന് അങ്ങനെ പോകണ്ട. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഈ കേസ് കൊടുക്കാൻ കഴിഞ്ഞാൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടത്തില്ലെന്നും പറഞ്ഞാൽ പലരും കൊടുക്കായിരുന്നത്. എന്തിന് നാട്ടുംപുറത്തെ പല
സ്ത്രീകളുടെയും പിന്നെ ഒരു തൊഴിൽ മാർഗമായിട്ട് തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. അവർ താങ്കളുടെ പൈസ പോകുന്നതിനപ്പുറം ഇത് പോയി കഴിഞ്ഞാൽ മറ്റൊരു മാർഗമില്ലാതാകുന്നതാണ്. ഇതാണ് നമ്മുടെ പിന്നെ ലാലി വിൻസെന്റ് എറണാകുളത്ത്. ഇവർക്ക് മകനെ പോലെയാണെന്നാണ് പറഞ്ഞത് ഈ അനന്തകൃഷ്ണൻ. അവരുടെ വാക്കുകളൊന്ന് കേട്ടേ. തന്നത് അതുകൊണ്ട് ഞാൻ വക്കീൽ പണി ചെയ്യട്ടെ, വക്കീൽ പണിയാണ് എൻ്റെ പാഷൻ, ഞാൻ വക്കീൽ പണി ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, രാഷ്ട്രീയത്തിൽ പോകണം എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഭയങ്കര മോട്ടിവേഷൻ്റെ ആളാണ് അനന്തകൃഷ്ണൻ. കാര്യം അവൻ്റെ ഉള്ളിലുള്ള മോട്ടിവേഷൻ വേറെ ആയിരുന്നു. ഒരു വാത്സല്യം എനിക്കുണ്ട്. എന്നെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ, പ്രവർത്തിക്കാൻ എന്നൊക്കെ പറയുമായിരുന്നു. ഞാനൊരു ഡിജക്ഷൻ അനുഭവിച്ച സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത കുട്ടിയാണ്. ആ ഒരു സ്നേഹം എനിക്കുണ്ട്. ഇതാണ് ഒരു അഡ്വക്കേറ്റായ ഒരു മാഡത്തിൻ്റെ വാക്കുകൾ. ഇവർക്കൊക്കെ ഈ ഒരു തട്ടിപ്പിൽ ഈ കള്ളങ്ങൾ പറയുന്നവരുടെ മനസ്സ് വായിക്കുന്ന അഡ്വക്കേറ്റ്സ് ഇവർ പോലും കേരളത്തിൽ വീണുപോയി. അതുപോലെ തന്നെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ ഒരു മാഡത്തിൻ്റെ ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യം ഒന്ന് കേട്ടേ. പഞ്ചായത്ത് വഴി ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ പകുതി പൈസക്ക് 2 വീലർ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ എന്താക്കി അവരെ വിളിച്ച്, സൽമത്ത് എന്ന് പറഞ്ഞ അവരുണ്ട്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കണ്ണൂർ കോർപ്പറേഷനല്ലേ, അവിടെ മോഹനൻ എന്ന് പറഞ്ഞ ആളാന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ നമുക്ക് അവരെ നമ്പർ തന്ന് അവരെ വിളിച്ച് പിന്നെ 320 ഇതുപോലെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് എടുത്ത്. കേരളത്തിലെ ഒരു ഗവൺമെൻറ് പദ്ധതി ഇത്രയും വ്യാപ്തിയിൽ അല്ലെങ്കിൽ വേഗം സ്പ്രെഡായി ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയൊരു പദ്ധതി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇല്ല എന്ന് വേണം. ഈ ഒരു കാര്യം നമ്മുടെ ഓഫർ തട്ടിപ്പ്, എവിടെയും ഓഫറിൻ്റെ പുറകെ ഓടുന്ന നമ്മുടെ ആൾക്കാർക്ക് ഇതൊരു വലിയ ഗുണമായി മാറും എന്ന് കരുതിയാണ് പൈസ ഇട്ടത്. എനിക്ക് മെഷീൻ ആവശ്യമുണ്ടായി, അങ്ങനെ മെഷീനും കിട്ടിയിട്ടുണ്ടായി. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായി. അതായത് 15,000 7,500 ടേബിളിൻ്റെ മെഷീൻ തന്നു. പക്ഷെ അതിന് പേപ്പേഴ്സും ഗ്യാരണ്ടി കാർഡും അങ്ങനെയൊന്നുമില്ല. എന്തായാലും ശരി, ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താകുമെന്ന് അനന്തകൃഷ്ണൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. ആയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് NGOs ഞങ്ങൾ പാലിക്കും. അതിനകത്ത് NGOസുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് പാലിക്കുമെന്ന്. ഫണ്ടിങ്ങിനുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. ശരിയാ, ഫണ്ടിങ്ങിനുള്ള തടസ്സമാണ്. ഈ 100 കോടി വന്നിടത്ത് ഇപ്പം 0 വരുന്നത്. കാര്യം ജനങ്ങൾക്ക് ഇത് മനസ്സിലായി. ഇവനിത് പറയുന്നത് എടുത്ത് മീഡിയയിൽ കൂടി ഇടുന്നത് തന്നെ സത്യം പറഞ്ഞാൽ തെറ്റാണെന്ന്. കാര്യം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ഇവന്റെ ബൈറ്റ് എടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് ഈ ആനന്ദകുമാർ സാർ എന്ന് പറഞ്ഞല്ലോ, ഇതിനകത്തില് സംഭവിച്ചിട്ടുള്ളത് ഈ പിന്നെ ഇതുപോലുള്ള ചാരിറ്റി ചെയ്യുവാനുള്ള ഫണ്ട് ഉണ്ട് എന്ന് ചുമ രാവിലെ. അപ്പം ഈ ഫണ്ട് ഉണ്ട് എന്നും പറഞ്ഞാണ് ഈ അനന്തകുമാറിനെ സമീപിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നു ഈ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകൾ, വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഇതിനുള്ള പൈപ്പ് ഇടപാട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ തട്ടിപ്പുകൾ ഇതിൻ്റെ പേരിലൊക്കെ ആനന്ദകുമാറിനെതിരെ വരുന്നുണ്ട്. എന്തായാലും ശരി, അത് സായിഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ തട്ടിപ്പ്, ഇപ്പോൾ 700 വരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ടുണ്ട്. ഇത് 1000 കോടിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ ഒരു കണക്കൂടലുള്ളത്. പക്ഷെ എന്നാലും അനന്തകൃഷ്ണൻ്റെ വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ വീണ്ടും പുച്ഛം തോന്നുന്നു. NGOസുമായിട്ട് വീണ്ടും ചേർന്ന ഫണ്ടിൻ്റെ വരവ് കുറവാണ്. ഇവർക്ക് എങ്ങനെ ഈ ഗവൺമെൻറ് ഇത്രയും ഒരു കാര്യം ചെയ്യുമ്പോൾ പകുതി വിലയ്ക്ക് ഇത് എവിടുന്ന് ഈ സ്കൂട്ടർ ഈ കമ്പനികൾക്ക് മൊത്തം പൈസയും കൊടുക്കുന്നുണ്ട്. 100 പേരിൽ നിന്ന് വാങ്ങിച്ചിട്ട് 25 പേരുടെ 30 പേരുടെ പൈസ കമ്പനിക്ക് കൊടുത്തിട്ട് ഈ ബാക്കി 75 പേരുടെ ഇവരെ പോക്കറ്റ് വെച്ചിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ശരി, ഇത്ര ഒരു സർക്കാർ സംവിധാനത്തിന് പോലും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് ഇവിടുത്തെ ഒരു വലിയ കഷ്ടമായി പോയി എന്നുള്ളതാണ്. എന്തായാലും ശരി, ഇനിയും ഇതുപോലുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ വരുമ്പോൾ ഓഫറിൽ വീടരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.